ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നല്ല മാങ്ങയിട്ട മീൻകറിയാണ്. അപ്പോൾ മുളകരച്ച മീൻകറി നേരത്തെ കാണിച്ചിരുന്നു, കുറേ പേരൊക്കെ അത് ചെയ്ത് നോക്കിയിരുന്നു, നല്ലതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതും ചെയ്ത് നോക്കണം. ഇത് തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ചോറ് കഴിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലും. ഇന്ന് മീൻ തേങ്ങ അരച്ച ഒരു കറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇപ്പം മീനിനകത്ത് ഞാനൊരു മാങ്ങ ചേർക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് പുളി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സ്വല്പം ഒന്ന് തിന്ന് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ചേർക്കേണ്ടി വരും. പിന്നെ 2 കഷ്ണം പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഞാൻ 3 അയിലയാണ് എടുത്തിരിക്കുന്നത്. 3 അയിലയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, മാങ്ങ അരിഞ്ഞൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്, അത് ഇടുക. അതിലോട്ട് കറിവേപ്പില ഇടുക. പിന്നെ സംഗതികൾ ഇട്ട് വെക്കുക. അതിനുശേഷം ഇനി നമുക്ക് അരയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ എടുക്കാം. ഇതിനെ മാറ്റി വയ്ക്കും. അരയ്ക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനൊരു 4 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൈ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഒരാഴ്ച വരെ ഇത് ഇരിക്കും, ഒരു കേടും ആവത്തില്ല. ഇനി അടുത്തത് 2 സ്പൂൺ മല്ലി ഇടുക, 2 സ്പൂൺ മുളക് പൊടി ഇടുക, 4 ചെറിയ ഉള്ളി ഇടുക, 2-3 വെളുത്തുള്ളി അല്ലി ഇടുക, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ മിക്സി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മീൻ ചട്ടിയിലോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടെ വേണം. ആവശ്യത്തിന് ഉപ്പിടുക. 1 കഷ്ണം പുളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് സ്വല്പം പുളി കുറവായതുകൊണ്ട് 1 കഷ്ണം പുളിയാണ്. നല്ലോണം ചെറുതായിട്ട് ഞാൻ കൈകൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്കിത് തിളപ്പിക്കണം. തിളപ്പിച്ച് വാങ്ങാറാകുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങുക. അല്ലെങ്കിൽ കടുക് വറുക്കണം എന്നുണ്ടെങ്കിൽ കടുക് വറുക്കാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി ഉപയോഗിക്കുക. നമുക്ക് ഗ്യാസ് കത്തിക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. അപ്പം നമുക്കത് അടച്ച് വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പുളി ഇടേണ്ട കാര്യമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പുളി ചേർക്കണം. ഒന്നുകൂടെ തിളച്ച് പറ്റിയതിന് ശേഷം വാങ്ങാം. വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. തീ കുറച്ചിട്ടിരുന്നാൽ മതി. അപ്പം നമ്മുടെ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ഒന്നര അയിലക്കറിയാണ്. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്തിടുക. നന്ദി, നമസ്കാരം.